ചെമ്പരത്തിയിൽ ഒരുപാട് ഇലകളൊക്കെ ഉണ്ട്, പക്ഷേ പൂക്കളൊന്നും കാണുന്നില്ലേ? അതോ പൂക്കൾ ഉണ്ടാവുമ്പോൾ തന്നെ കൊഴിഞ്ഞു പോവുകയാണോ? ചെമ്പരത്തി നനക്കുന്നതിൽ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ഇതിന്റെ ഒക്കെ കാരണം. അപ്പോ ആ തെറ്റ് തിരുത്താനും ഇതേപോലെ പൂക്കൾ ഉണ്ടാവാനുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ചെമ്പരത്തിയെ ഇഷ്ടമല്ലാത്തതായി ആരാണല്ലേ ഉള്ളത്? നമ്മളുടെ പൂന്തോട്ടം അലങ്കരിക്കുന്നതിൽ വളരെയധികം പങ്കുവഹിക്കുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി. നമ്മൾ ചെയ്തു വെക്കുന്ന ആദ്യത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വെള്ളം വേണ്ടാത്ത ഒരു ചെടിയാണ് ചെമ്പരത്തി എന്ന് പറയുന്നത്. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചെടി നശിച്ചു തന്നെ പോകും. ചെടിച്ചട്ടിയിലെ മേൽഭാഗം, അതായത് മേൽഭാഗത്തെ മണ്ണ് ഉണങ്ങിയതായി തോന്നിയാൽ മാത്രം ചെടികൾക്ക് വെള്ളം കൊടുത്താൽ മതി. വേനൽക്കാലത്ത് നമ്മൾ ഡെയിലി തന്നെ നനച്ചു കൊടുക്കണം. പക്ഷേ തണുപ്പ് കാലത്ത് അതിന്റെ നനവ് നോക്കി മാത്രം നനച്ചു കൊടുത്താൽ മതി. നന്നായി വെയിൽ വേണ്ട ഒരു ചെടിയാണ് ചെമ്പരത്തി. സൂര്യപ്രകാശം ഏകദേശം 6 മണിക്കൂറെങ്കിലും തുടർച്ചയായി ഈ ചെടികൾക്ക് കിട്ടണം. സൂര്യപ്രകാശത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇലകൾക്ക് വളർച്ചയുണ്ടാകുമെങ്കിലും പൂക്കൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. വെള്ളം നന്നായി ഒഴുകിപ്പോകുന്ന മണ്ണിന്റെ മിശ്രിതമാണ് ചെമ്പരത്തികൾക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ നല്ല നീർവാഴ്ചയുള്ള മണ്ണായിരിക്കണം. മണ്ണ്, ചാണകപ്പൊടി, കമ്പോസ്റ്റ്, മണൽ എന്നിവ മിക്സ് ചെയ്ത് നടാനുള്ള മണ്ണ് നമുക്ക് റെഡിയാക്കാവുന്നതാണ്. നന്നായി പൂക്കൾ തരുന്നതിനാൽ ഇതിന് NPK വളങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എങ്കിലും ജൈവവളങ്ങളും വളരെ അത്യുത്തമമാണ്. പൊട്ടാസ്യം നന്നായിട്ട് അടങ്ങിയിട്ടുള്ള പഴത്തൊലി നന്നായിട്ട് ഉണക്കി പൊടിച്ചത് ഇതിന്റെ ചുവട്ടിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് മാസത്തിൽ ഒരിക്കൽ ചേർത്ത് കൊടുത്താൽ മതി. അതുകൂടാതെ 1 ടീസ്പൂൺ എപ്സം സാൾട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ചെടികളുടെ ഇലക്കും പൂക്കൾക്കൊക്കെ ഒന്ന് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇലകൾ നല്ല ഹെൽത്തി ആയിട്ടും നല്ല തിളക്കമുള്ളതായിട്ടും നിൽക്കും. കൂടാതെ ഇലയുടെ മഞ്ഞളിപ്പ് തടയാനും ഇത് സഹായിക്കുന്നുണ്ട്. കടലപ്പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കും പുളിപ്പിച്ച് വെള്ളത്തിൽ നേർപ്പിച്ചു കൊടുക്കുന്നതും വളരെ നല്ലൊരു വളപ്രയോഗമാണ്. അടുത്തതായിട്ട് പ്രൂണിംഗ്. മറ്റെല്ലാ ചെടികളെയും പോലെ തന്നെ ചെമ്പരത്തിക്കും പ്രൂണിംഗ് ആവശ്യമാണ്. ആവശ്യമില്ലാത്ത കൊമ്പുകൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പുതിയ ശിഖരങ്ങൾ പൊട്ടിമുളക്കുകയും ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ചെമ്പരത്തിയുടെ കൊമ്പ് മുറിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ്. കാരണം എപ്പോഴും പൂക്കൾ തരുന്ന ഒന്നാണ് ഈ ഒരു ചെമ്പരത്തി എന്ന് പറയുന്നത്. ഒരു പൂ കൊഴിയുമ്പോഴത്തേനും അടുത്ത പൂ വിരിയാനായിട്ട് നിൽക്കുന്നുണ്ടാവും. എങ്കിലും ചെടികളുടെ വളർച്ചയ്ക്ക് പ്രൂണിംഗ് അത്യാവശ്യമായതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്തേ പറ്റൂ. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന കൊമ്പുകൾ കൊണ്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാവുന്നതാണ്. കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചരിച്ചുകൂടി കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലുള്ള ഇലകളും പൂക്കളും മുട്ടുകളും എല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെടി നട്ടുകൊടുക്കാവുന്നതാണ്. കറ്റാർവാഴയുടെ ജെല്ല് ഉപയോഗിച്ചോ അല്ലാതെ വെറുതെ നട്ടാലും ഈ ചെമ്പരത്തി കൊമ്പുകൾ എളുപ്പം തന്നെ പിടിച്ചു കിട്ടുന്നതാണ്. ഇങ്ങനെ നട്ടുകൊടുത്തതിന് ശേഷം സൂര്യപ്രകാശം ഏൽക്കാത്ത എന്നാൽ അത്യാവശ്യം നല്ല വെട്ടമുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ ഈ കൊമ്പ് വെക്കണം. സാധാരണയായി 4 മുതൽ 8 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതില് പുതിയ വേരുകൾ വന്നു തുടങ്ങും. പ്രധാനമായും ബാധിക്കുന്ന ഒരു അസുഖം എന്ന് പറയുന്നത് മീലി ബഗ്സ് തന്നെയാണ്. അതിനായിട്ട് 2 മില്ലി വേപ്പെണ്ണ, 5 മില്ലി സോപ്പ് ഓയിൽ എന്നിവ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതേപോലെ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇലകളിലും പൂക്കളിലും മുട്ടുകളിലൊക്കെ ആവുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മീലി ബഗ്സിന്റെ ഉപദ്രവം ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും. എൻ്റെ ഈ വീടിന്റെ മുൻവശത്ത് ഏറ്റവും കൂടുതൽ വെയിൽ ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ചെമ്പരത്തിയും ബോഗൺവില്ലാസുമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ നന്നായിട്ട് തന്നെ വെയിൽ കിട്ടും.
എൻ്റെ അടുത്ത് ഒരു 4-5 വെറൈറ്റി ചെമ്പരത്തിയുണ്ട്. എൻ്റെ അടുത്തുള്ള എല്ലാ ചെമ്പരത്തികളും ഹൈബ്രിഡ് ചെമ്പരത്തിയാണ്. ഹൈബ്രിഡ് ചെമ്പരത്തികൾക്ക് സാധാരണയായി ഒന്നിലധികം ഇതളുകൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൂക്കളുടെ വലിപ്പം നാടൻ പൂക്കളേക്കാൾ കുറച്ചുകൂടി വലിപ്പമായിരിക്കും. ഇത് ഞാൻ മണ്ണിൽ നട്ടിരിക്കുന്ന ചെമ്പരത്തിയാണ്. ഇതാ നോക്കിയേ എത്രത്തോളം ഹൈറ്റ് വെച്ചിട്ടാ പോയിരിക്കണേന്ന്. ഹൈബ്രിഡ് ചെമ്പരത്തിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത് പെട്ടെന്ന് തന്നെ പൂവിടാനായിട്ട് തുടങ്ങുന്നു. ഇതാ നോക്കിയേ റോസാപ്പൂ പോലെയല്ല ഇത് നിൽക്കുന്നത്. എത്രത്തോളം ഭംഗിയാണ് ഈ ഒരു കളറെന്ന്. പ്രധാനമായും ഹൈബ്രിഡ് ചെടികൾ നമ്മൾ അലങ്കാരത്തിനായിട്ടാണ് വളർത്തുന്നത്. ഇതൊന്നുമല്ലാണ്ട് ഞാൻ കൊടുക്കുന്ന എൻ്റെ ഒരു മാജിക് വളം ഉണ്ട് കേട്ടോ. അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ ദാ ഇതേപോലെ കഞ്ഞിവെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. 2 ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ട് കേട്ടോ. ഇതൊന്ന് പുളിപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ ഇതൊന്ന് ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിലേക്ക് അടുത്തതായിട്ട് എടുക്കുന്നത് വെജിറ്റബിളിൻ്റെ സ്ലറിയാണ് കേട്ടോ. നമ്മളുടെ ബയോബിനിൽ വരുന്ന സ്ലറി. അപ്പോൾ ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഒക്കെ ഞാൻ ഇതെടുക്കാറുണ്ട്. അപ്പോൾ ഇതും കൂടി ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് കൊടുക്കും. അപ്പോൾ ബയോബിന്റെ ഉപയോഗങ്ങൾ ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇതിലത്തെ വളങ്ങൾ മാത്രമല്ല കേട്ടോ, ഈ സ്ലറി കൂടി നമ്മളുടെ ചെടിക്ക് വളരെ ഉപയോഗമാണ്. എന്നെ സംബന്ധിച്ച് വളത്തേക്കാളും കൂടുതൽ ഈ ഒരു സ്ലറിക്കാണ് കുറച്ചുകൂടി എഫക്റ്റ് എനിക്ക് തോന്നിയേക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ദിവസം കൂടുമ്പോൾ ഞാൻ ഇതേപോലെ എടുത്തിട്ട് കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. കണ്ടോ, ദാ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ബക്കറ്റ് വെള്ളം നിറക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഫുൾ ബക്കറ്റ് വെള്ളം ഞാൻ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് പൂക്കൾ ഉണ്ടാവുന്ന ചെടികൾക്ക്. ചെമ്പരത്തിയും ബോഗൺവില്ലയൊക്കെ ഇതിൽ പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർക്കുന്നത് കൊണ്ടാണ് ഇത്ര എഫക്റ്റീവായിട്ട് ഇവിടെ പൂക്കൾ ഉണ്ടാവുന്നത്. ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.